ഹലോ ഹായ് നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്ക് LTCയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന്. ഒരു മാസത്തോളമായിട്ട് സൗണ്ട് ഈ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് കുറേ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. കാരണം സൗണ്ട് ഇല്ലാതെ വന്ന് ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, നമുക്കറിയാം ഇപ്പം LP UP അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ അല്ലേ. സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്, സദ്യം ക്ഷമിക്കുക. അപ്പോൾ LP UPക്ക് നിങ്ങൾ അപേക്ഷിച്ച സമയത്തോ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കണം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ LP UP കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ LP UPക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് പട്ടികയിൽ ഇടം നേടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും നമ്മൾ അയച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങളെപ്പോലെ ഞാനും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അയച്ചിട്ടുള്ളത്. പക്ഷെ ഇത്രയും നാളായിട്ട് നമുക്കറിയാം യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അതേപോലെ ഒരുപാട് PSC കോച്ചിങ് ക്ലാസ്സുകളിൽ LP UP ക്ലാസ്സുകൾ അതിഗംഭീരമായിട്ട് മാരത്തോൺ ക്ലാസ്സുകൾ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ചില വീഡിയോസ് നമ്മൾ കാണാറുണ്ടാവുമായിരിക്കും, ചില ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഒരു പ്രോപ്പറായ രീതിയിലേക്ക്, ഒരു പഠന നിലവാരത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. എന്തുകൊണ്ട് അല്ലേ? പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണിത്. അപ്പം അതും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. പോകാം വീഡിയോയിലേക്ക്. ഒന്നാമത്തെ ഒരു കാര്യം, ഒരുപാട് സമയം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ എന്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നൊരു ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണം കൂടി എൻ്റെ കയ്യിലുണ്ട്. ഈ ഫേസ്ബുക്കിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന PSC കോച്ചിങ് ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഞാൻ വീട്ടിൽ പ്രിൻ്റർ ഉണ്ട്, അതുകൊണ്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണിത്. അപ്പോൾ ഇതിൽ പ്രിൻ്റിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടല്ലേ. എപ്പോൾ വേണേ ഫോണ് അധികം യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മളിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊക്കെ എളുപ്പമുള്ളതായിരിക്കും. പക്ഷേ ഇതൊന്നും ഇതിൽ എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ് അല്ലേ. ഒന്നാമത്തെ ഒരു കാരണം മടി തന്നെയാണ്. എത്ര സമയം കിട്ടിയാലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വായിക്കാനോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ നിന്ന് പഠിക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മടി തന്നെയാണ്. ഇങ്ങനെ മടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുമോ? ഇല്ല അല്ലേ. കാരണം ഞാനും അത് കുറേ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരുപാട് സമയം മുന്നിലുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു? ഉറങ്ങാൻ സമയമുണ്ട് അല്ലേ, നമ്മൾ ഫോണിൽ നോക്കാൻ, ഗെയിം കളിക്കാൻ സമയമുണ്ട്, പക്ഷെ പഠിക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. പക്ഷെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു LP UP എക്സാമിൽ നമുക്ക് മുന്നോട്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി വരുന്ന LP UPകൾ എഴുതാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 2-3 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 3-4 വർഷമായിട്ട് ഇപ്പോൾ കയറിയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരാണ് അല്ലേ, വളരെ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം കഴിയണം അല്ലേ. അതേപോലെ തന്നെ റിട്ടയർമെൻറ്റ് ആവാൻ ഇനി ആൾക്കാർ, ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊന്നും സ്കൂളുകളിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്കുള്ള ചാൻസുകളും കുറവാണ്. ചില ഏജ് ഓവർ ആവാനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു LP UPയിൽ നമുക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ കയറിയേ പറ്റൂ. നിങ്ങൾ മാത്രമല്ല എനിക്കും അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാനും വിചാരിക്കുന്നു മടിയൊക്കെ മാറ്റി വെച്ച്, ഉറക്കൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്കും എന്ത് ചെയ്യണം? പഠിക്കാൻ തുടങ്ങണം. അപ്പോൾ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ കൂടി തന്നെയാണ് നിങ്ങളോടൊപ്പം ഞാനും എന്ത് ചെയ്യുക, ഒരേ രീതിയിൽ പഠിക്കുക എന്നുള്ളത്. അപ്പം നമുക്കും ആരെങ്കിലും ഒരു മോട്ടിവേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരാളിങ്ങനെ പറയല്ലേ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കണം എന്നാ എൻ്റെ കൂടെ നീയും കൂടണം എന്നൊക്കെ പറയുമ്പോൾ കമ്പൈൻ സ്റ്റഡി ആക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പഠിക്കാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുക.
ഞാൻ എപ്പോഴും വിചാരിക്കും ഇനി അങ്ങോട്ട് ഞാൻ ക്ലാസ് ഇടുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പകുതിക്ക് വെച്ച് എപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പതിവ്. അതിന് പ്രധാന ഒരു കാരണം, ഞാനിപ്പോൾ ഒരു ക്ലാസ് അല്ലെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ രീതിയിൽ എടുത്തരുമ്പോൾ അതിന് വ്യൂവേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കുറച്ച് ഡിലേ ആക്കുന്നത്. കാരണം നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു അവസരത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കാണുന്നുണ്ട്, ഇവർ ക്വസ്റ്റ്യൻസ് കാരണം എൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. LP UP ഇൻ്റർവ്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് സീരിയസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും വ്യൂവേഴ്സ്, അത്രയും ആൾക്കാർ അതിൽ മെസ്സേജ് അയക്കും, എനിക്ക് മെസ്സേജ് അയച്ച് ഇന്ന ക്ലാസ് വേണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്കും ക്ലാസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ആണ്. കാരണം ക്ലാസ് കാണാനോ ആക്കാനൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയായിരുന്നു. വ്യൂവേഴ്സ് കുറവായത് കൊണ്ടാണ് ക്ലാസ്സുകൾ പകുതിയും ഞാൻ അങ്ങ് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന മെത്തേഡുകൾ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ LP UP ക്ലാസ്സുകളും LDC ക്ലാസ്സുകളും. അതായത് നമുക്കറിയാം LP UPയിലായാലും LDCയിലായാലും നമ്മൾ 1 മുതൽ 10 വരെയുള്ള SCERT ബേസിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 പാറ്റേണിലും നമ്മൾ ക്ലാസ്സുകൾ ഇനി അങ്ങോട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ റെസ്പോൺസ് പോലെ ഇരിക്കും കേട്ടോ. നിങ്ങൾക്ക് എത്ര ആൾക്കാർ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നോക്കിയിട്ടായിരിക്കും ഇനി അങ്ങോട്ട് ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മിഷന് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അതിലുപരി നമുക്ക് മടി അങ്ങ് മാറ്റിവെക്കുക എന്നുള്ളതാണ് അല്ലേ. മടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബുക്ക് കൈകൊണ്ട് തൊടില്ല. അതുകൊണ്ട് തന്നെ മടി മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ലിസ്റ്റിൽ, ഇനി വരുന്ന LP UP ലിസ്റ്റിൽ എനിക്കും ഒരു റാങ്ക് ഉണ്ടാവണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കണം എൻ്റെ കൂടെ നിങ്ങളും ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഒരു ബുക്ക് നമുക്ക് LP UPക്കായാലും LDC എഴുതുന്നവരായാലും നിങ്ങൾ നിങ്ങൾക്കൊരു ബുക്ക് നിങ്ങൾ കണ്ടെത്തി വെക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്, ഈവൻ എൻ്റെ വീഡിയോ എന്നായാലും മറ്റുള്ള അധ്യാപകരെടുക്കുന്ന വീഡിയോ എന്നായാലും, അതേപോലെ നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അല്ലേ, ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടുന്നവരുണ്ട്. അങ്ങനെ ആയാലും കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സംശയങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സംശയമുണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഈ പറഞ്ഞ മെത്തേഡുകളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായൊരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റുക. കഴിഞ്ഞ പ്രാവശ്യം LP UP എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തതാണ്, എങ്ങനെയാണ് ഒരു എക്സാം ലെവൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ. ചുമ്മാ പഠിച്ചിട്ട് പോയിട്ട് കറക്കിക്കുത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം PSC ആണ്, മൈനസ് മാർക്ക് ഉണ്ട്. നമ്മൾ എഴുതുന്ന ഓരോ തെറ്റുത്തരത്തിനും നമ്മുടെ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ പുതിയൊരു മെത്തേഡ് PSC സൈറ്റിലൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ പരീക്ഷയുടെ മാർക്ക് അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ചില ആൾക്കാർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ നമ്മൾ എഴുതിയതിൽ നിന്ന് എത്രത്തോളം മാർക്ക് നമുക്ക് കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ തെറ്റുത്തരം ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് 100% അറിയുന്ന ഉത്തരങ്ങൾ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പഠനം മുന്നോട്ട് പോയേ പറ്റൂ. അല്ലാതെ നമുക്കൊരു ചുമ്മാ കറക്കി കുത്തി വന്നിട്ട് PSC റാങ്ക് ലിസ്റ്റ് കയറി, അതൊക്കെ ചില ആൾക്കാരുടെ തലവരെയാണ്. ഭാഗ്യം പോലെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ നമ്മൾ PSC എക്സാം എഴുതാൻ വേണ്ടി പോവാം. അതേപോലെ 1/2/2024 ഇന്ന് തൊട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കൺഫർമേഷൻസ് വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് കൺഫർമേഷൻ ചെയ്യാം. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് LP UP LDC ക്ലാസ്സുകളുടെ ക്വസ്റ്റ്യൻസും ക്ലാസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ട ഏത് ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലാസ്സുകളാണ്
സ്പെഷ്യലായിട്ട് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.